ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ഇന്ന് രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രൻ്റെ സ്ഥാനത്ത് കാണുന്നത് ഭൂമിയെപ്പോലെ ലൈറ്റുകൾ മിന്നുന്ന ജീവൻ്റെ തുടിപ്പുള്ള മറ്റൊരു ലോകമാണെങ്കിൽ എങ്ങനെയുണ്ടാകും? ചന്ദ്രൻ വെറുമൊരു പാറക്കഷ്ണമല്ല, മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന ഒരിടമായിരുന്നെങ്കിലോ? ആദ്യ മാറ്റം വരുന്നത് നമ്മുടെ രാത്രികളിലായിരിക്കും. ചന്ദ്രനിലെ നഗരങ്ങളിൽ നിന്നുള്ള വെളിച്ചം കാരണം ഭൂമിയിൽ ചിലപ്പോൾ രാത്രി എന്നൊന്നുണ്ടാകില്ല. രണ്ടാമത്, കടലിൻ്റെ സ്വഭാവം തന്നെ മാറും. ചന്ദ്രൻ കൂടുതൽ ജീവസുറ്റതാകുമ്പോൾ അതിൻ്റെ ഗുരുത്വാകർഷണം കൂടും. നമ്മുടെ കേരളം പോലെയുള്ള തീരപ്രദേശങ്ങളിൽ ഇന്നുള്ളതിനേക്കാൾ വലിയ വേലിയേറ്റങ്ങളുണ്ടാകും. ഇനി ചന്ദ്രനിലെ ജീവിതം എങ്ങനെ ഉണ്ടാകും? 6-1 ഗ്രാവിറ്റിയിൽ ഒന്ന് ചാടിയാൽ നമ്മൾ പൊങ്ങിപ്പറക്കും. ഇവിടെ ക്രിക്കറ്റ് കളിച്ച് 6 അടിക്കുന്നത് പോലെ അവിടെ ഫുട്ബോൾ തട്ടിയാൽ ചിലപ്പോൾ കിലോമീറ്ററുകളോളം പോകും. സ്പേസ് സ്യൂട്ട് ഇല്ലാതെ ചന്ദ്രനിലെ മണ്ണിലിരുന്ന് ഒരു ചായ കുടിക്കുന്ന കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് വിമാനം കയറുന്ന ലാഘവത്തോടെ ആളുകൾ റോക്കറ്റിൽ ചന്ദ്രനിലേക്ക് പോയി തുടങ്ങും. മൂൺ ടൂറിസം ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാകും. പക്ഷേ ഇതിനൊരു മറുവശം കൂടെയുണ്ട്. ഭൂമിയിലെ രാജ്യങ്ങൾ ചന്ദ്രനിലെ സ്ഥലത്തിനു വേണ്ടി യുദ്ധം ചെയ്യില്ലേ? ചന്ദ്രൻ ആരുടെ വകയാണ് എന്ന ചോദ്യം 3-ാം ലോക മഹായുദ്ധത്തിന് വരെ കാരണമായേക്കാം. എന്തായാലും ഇതൊരു ഭ്രാന്തൻ ചിന്ത മാത്രമാണ്. പക്ഷേ ഒന്നോർത്തു നോക്കുക, ഇന്നത്തെ നമ്മുടെ ഭ്രാന്തൻ ചിന്തകളാണ് നാളത്തെ യാഥാർത്ഥ്യങ്ങൾ. ശരിക്കും നാളെ ചന്ദ്രനിലേക്ക് ഒരു 1 വേ ടിക്കറ്റ് കിട്ടിയാൽ നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോകുമോ?